ഒരുപാട് വൈകിപ്പോയി, ബ്ലോക്ക് ആയിപ്പോയി. സാറില്ലേ പിന്നെ എന്തോ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടി കുറച്ച് സമയം സൗന്ദര്യവൽക്കരിച്ചു. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, ഇതൊന്നും അടങ്ങിയില്ലെങ്കിൽ. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓണപരിപാടികളിലേക്ക് കടക്കാം. അതെ, തീർച്ചയായിട്ടും. എന്താ ഇത്തവണ എന്താ ഒരു പ്രത്യേകത? എന്താണ് എന്താ തോന്നണേ പ്രത്യേകത? പുഷ്പവതി എന്ന് പറയുന്ന പേരിൽ തന്നെ വളരെ ബ്ലോസം. അതെ അതെ, പുഷ്പമുണ്ട്. അപ്പൊ ഓണത്തിന് പൂക്കളമിടല് പതിവാണ്? തീർച്ചയായിട്ടും. വളരെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരാണല്ലോ ഞാൻ ജനിച്ചു വളർന്നത്. പൂവിലെ പൂവിലെ പൊന്നോണ നാളിൽ നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണ നാളിൽ നീ വരൂ പൊന്നോണ തുമ്പി. ഇവന്റെ പേരെന്താ? ഇവനാണ് അപ്പു, അപ്പുണ്ണി എന്ന് വിളിക്കും. അപ്പുണ്ണി. അപ്പുണ്ണിക്ക് എത്ര വയസ്സുണ്ട്? അപ്പുണ്ണിക്ക് 7 വയസ്സുണ്ട്. 7 വയസ്സ്. 2018 2018 ഭയങ്കര മഴയും പ്രളയമൊക്കെ വന്നില്ലേ? ആ സമയത്ത് ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. കാരണം ചിങ്ങമാസം വരാൻ പോകുന്നു. അതായത് നാളെ ചിങ്ങമാസമാണെങ്കിൽ ഇന്ന് ഉള്ള പണികളൊക്കെ വീടിന്റെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ആ സമയത്താണ് നല്ല മഴ, ഭയങ്കര മഴ, കാലത്തോട്ടേ ഉള്ള മഴയാണ്. അപ്പോൾ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര കൊച്ചു പട്ടിക്കുഞ്ഞിൻ്റെ ശബ്ദം. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോണ്ട് ഇവൻ ആകാശത്തേക്ക് നോക്കിയിട്ട് എനിക്ക് ആരുമില്ലേ എന്നുള്ള മട്ടിൽ ഭയങ്കര ഉറക്കെ കരയുന്നു. കണ്ടപ്പോഴേ ഭയങ്കര ക്യൂട്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോഴും അതെ, ഇപ്പോഴും നല്ല ക്യൂട്ടാണ്. വേഗം പോയി എടുത്തുകൊണ്ടുവന്നു. നോക്കുമ്പോൾ മേല് മുഴുവൻ വലിയ മുറിവുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വല്ലാത്തതായിരുന്നു. കാരണം നിറച്ച് പുഴുക്കളായിരുന്നു മേല്. എന്നിട്ട് അവനെ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷിച്ചെടുത്ത്. കഴിക്കുവോ? ഇല്ല. ഇവന്റെ കുഴപ്പം എന്താ? ഇവന്റെ ഒരു ദുസ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവന് പൊതുവെ ഇത്തിരി പെൺകുട്ടികളെ കണ്ടാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. നല്ല സുന്ദരികളാണെങ്കിൽ പിന്നെ അവൻ വിടൂല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. വായി നോക്കിയാണ് അവൻ. പിന്നെ വേറൊരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ഇവന് വർഗരാഷ്ട്രീയം പഠിപ്പിക്കണം. എന്താന്ന് വെച്ചാല് റോട്ടിൽ കൂടെ ഈ ഒരു തൊഴിലാളി ചിലപ്പോ തലയിൽ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും തൂക്കിട്ടോ റോട്ടിൽ കൂടെ പോകുമ്പോ അപ്പ ഭയങ്കര കൊര. എന്നാൽ നല്ല സുന്ദരി മണികൾ ഇത് കൂടെയൊക്കെ പോകുമ്പോ യാതൊരു കൊരയും ഇല്ല. അത് വായി നോക്കി. നിനക്ക് സവർണ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. സവർണ രാഷ്ട്രീയം ഞാൻ നിർത്തും. നിനക്ക് സവർണ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. That is not politically correct. ആ പാട്ട് കേൾക്കുമ്പോഴും ഓണം ഇങ്ങനെ മനസ്സിലോട്ട് വരും. അതെ അല്ലേ? ശരി. ഒരു ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്നെ എത്ര പറഞ്ഞ് കേട്ടുമടുത്തു എന്നൊക്കെ പറഞ്ഞാലും ആ പാട്ടാണല്ലോ ഓണം ആകുമ്പോൾ ഫുൾ ചുറ്റും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ എല്ലാത്തിനും അതാണെങ്കിൽ നമുക്ക് ഓണത്തിന്റെ നമ്മളുടെ നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ഉണരും ആ പാട്ട്. സത്യം അതാണ്. പണ്ട് ഈ പാവാടയൊക്കെ മുറുക്കി കെട്ടി പിന്നെ കുമ്പിള് കുത്തി, അതായത് നമ്മൾ ഈ ഇവിടെ എന്തെന്നാ പറയാന്ന് പൊരിയണി എന്ന് പറയും. പൊരിയണിയുടെ ഇല പിന്നെ കുമ്പിള് കുത്തിയിട്ട് അതിൽ നിറയെ തുമ്പപ്പൂ പറിക്കലും പിന്നെ ഒരു ചുമന്നൊരു തരം പൂവുണ്ടല്ലോ, ഞങ്ങളവിടെ കൂത്താടിച്ചി എന്ന് പറയാം. കൂത്താടിച്ചി പൂവെന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതെല്ലാം നിറച്ച് പറിച്ച് പിന്നെ പുലർച്ചെ എണീറ്റ് മുക്കുറ്റിപ്പൂ കുറേ പറിച്ചാലേ ഒരു ഇത്തിരിയെങ്കിലും കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഒരു വയലറ്റ് ഉണ്ട പൂവില്ലേ, തൊട്ടാവാടി പൂവ്. തൊട്ടാവാടി പൂവും പുലർച്ചെ പറിച്ചാലേ ശരിയാവും. ആ സമയത്ത് പറിച്ച് ഫ്രഷായിട്ട് നമ്മൾ പൂക്കളത്തിൽ കൊണ്ടിടും. പിന്നെ ആദ്യം നമ്മൾ പൂക്കളം ഇടുന്നതിൻ്റെ മുമ്പ് ചാണകം മെഴുകി കഴിഞ്ഞാൽ നടുവിലൊരു തുളസിക്കതിര് വെക്കും. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്തിട്ട് കണ്ടിട്ടുള്ളൊരു കാഴ്ച. അമ്മയുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അത്തമായി കഴിഞ്ഞാൽ അമ്മ ചാണകമൊക്കെ മെഴുകിയിട്ട് അവിടെ ഒരു തുളസി വെക്കും. പിന്നെ അമ്മയുടെ പണി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് മക്കൾ ചെയ്തോളണം എന്നുള്ളതാണ്. അടുത്ത ചില ബന്ധുക്കളൊക്കെ ചോദിച്ചിരുന്നു, എന്താ പുഷ്പവതി പൊയ്പ്പാടത്ത് എന്നൊക്കെ വെച്ച് നമ്മൾ കൂറത്തെ തറവാടല്ലേ,
ഇവിടുത്തെ തറവാട്ട് പേര് കൂവറം എന്നാണ്. എവിടുത്തെ ഹസ്ബൻഡിന്റെ? പക്ഷെ ആരങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും കൂവറത്തേന്നാണ് പൊതുവെ നാട്ടുകാർക്കൊക്കെ അറിയാം. തൃശ്ശൂരൊക്കെ പക്ഷെ വീട്ടുപേര് തന്നെയല്ലേ, തറവാട് പേര് തന്നെയല്ലേ അതെ 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 വെക്കുക? അതെ അതെ. ഞങ്ങളുടെ പൊയ്പ്പാടത്ത് തന്നെയാണ്. അപ്പൊ പുഷ്പോതി എന്നുള്ള പേരിന്റെ കൂടെ ആദ്യം പൊയ്പ്പാടത്തില്ലായിരുന്നു? അല്ല, ആദ്യമേ അത് അങ്ങനെ തന്നെയാ ചേർത്തത്. FB മാത്രം ചേർത്തു. FB ഒരുപാട് ആളുകൾ കാണും. നമ്മുടെ വീട്ടുപേര് ചേർക്കുന്നത് എനിക്ക് എന്റെ വീട്ടുപേര് അത് നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ, അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് അവർക്കും കൂടെ കിട്ടണം ഉള്ളതുകൊണ്ട് കുടുംബത്തിനും. അതെ അതെ. അമ്മയും അച്ഛനൊക്കെ? അച്ഛനും അമ്മയൊക്കെ മരിച്ചു. നമ്മളിപ്പോ അനാഥരായി. പേരുകളൊക്കെ അവിടെ ഉണ്ട്. ഹസ്ബൻഡ് ഗ്രാഫിക് ഡിസൈനർ എന്നല്ലേ പറഞ്ഞത്? നമ്മൾ ഈ ഇട്ട് വെച്ച അർത്ഥം ഇഷ്ടപ്പെടും. ഒരു ഡിസൈനർ ഈ ഭാഗത്തേക്കൊന്നും വരാൻ സാധ്യതയില്ല. ഒന്നാനാം പൂക്കളത്തില് പൂവിട്ട പെണ്ണെ, അങ്ങനെയൊക്കെ നമ്മള് കൊച്ചു പ്രായത്തിൽ ഞങ്ങളുടെ നാട്ടില് ഓണാകുമ്പോന്ന് വെച്ചാല് എല്ലാവരും ഒത്തുകൂടും. നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞാണ്ടല്ലോ, അതായത് തിരുവോണത്തിന്റെ ആണെങ്കിലും ഉത്രാടത്തിനാണെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങുകയും. അവിടെ ഒരു കല്യാണി ചേച്ചി ഉണ്ടായിരുന്നു, കല്യാണി തണ്ടാത്തി നമ്മൾ വിളിക്കും. അവര് ഞങ്ങളുടെ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ, ഞാൻ പക്ഷെ അന്ന് ഡാൻസ് കളിക്കാൻ പോകാറില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഞാൻ ചോദിക്കണം എന്ന് ഓർത്ത കാര്യമാണേ. പുഷ്പവതിയുടെ ഹിറ്റായിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള 3 പാട്ടുകൾ, 3 പാട്ട് കേട്ടാൽ മനുഷ്യരൊക്കെ എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ തോന്നും. ആ വിധത്തിൽ ഭയങ്കര സ്പിരിറ്റ് ഉണ്ടാക്കുന്ന പാട്ടാണ്. അതെ. പുഷ്പവതി ഡാൻസ് കളിക്കുമോ എന്ന്? ഞാന് ഭയങ്കര ഡാൻസ് കളിക്കില്ല, എന്നാൽ അതിന്റെ ആ ഒരു മൂവ്മെന്റ്സ്, പാട്ടിന് ചെറിയൊരു മൂവ്മെന്റ്സ് ഉണ്ടാവും. എന്നിട്ട് അവിടെ പിന്നെ ഈ കല്യാണി തണ്ടാത്തിയുടെ അവിടെ പോയിട്ട് എല്ലാ പെൺകുട്ടികളും നിരന്ന് നിൽക്കും. നടുവിലൊരു വിളക്കും വെക്കും. ഒന്നാനാം കൊച്ചു തുമ്പി നീ എന്റെ കൂടെ പോരുമോ നീ എന്ന് ചോദിച്ചിട്ട്, കളിക്കാൻ കളം തരിക, കുളിക്കാൻ കുളം തരിക, വെച്ചുണ്ണാൻ. അങ്ങനെ എനിക്ക് മറന്നു കേട്ടോ സത്യത്തിൽ. എനിക്ക് അത് ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ എനിക്കത് മറന്നുപോയി ആ വരി. വർഷം കുറേ ആയില്ലേ ഇവിടേക്ക് വന്നിട്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിര കളിക്കാനൊക്കെ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അവരുടെ വീട്ടിലെത്തും. വലിയ മുറ്റാണ്. എന്നിട്ട് അവിടെ ഇവരെന്ത് ചോദിച്ചാൽ കുടയൊക്കെ വാങ്ങിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ദക്ഷിണയായിട്ട് കല്യാണ തണ്ടാത്തിയുടെ പിന്നെ കയ്യിൽ കൊടുത്ത് കാൽക്കലൊക്കെ തൊട്ടിട്ടാണ് ഈ പെൺകുട്ടികളെല്ലാവരും നിരന്ന് വട്ടന നിന്ന് തിരുവാതിര കളി, അവർ പഠിപ്പിച്ച തിരുവാതിര കളി കളിക്കുക. അങ്ങനെ ഒരു കോൺക്ലേവ് പോലൊരു വേദിയിൽ അത്രയും പേരിരിക്കുമ്പോൾ എല്ലാവരും ആദരിക്കുന്ന ഒരാൾ ശരിയല്ലാത്തൊരു കാര്യം പറയാണ്. എല്ലാവർക്കും ഉള്ളിൽ അറിയാം ശരിയല്ലാത്തൊരു കാര്യമാണോ പറയുന്നതെന്ന്. എല്ലാവർക്കും ഉള്ളിലുള്ള അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും അല്ല പക്ഷെ അങ്ങനെ ഒരു ഉള്ളില് അങ്ങനെ ധാരണയുള്ള ഒരുപാട് പേരുണ്ട്. ശരിയല്ലല്ലോ എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അതിനോട് പ്രതികരിക്കുവാൻ അതിനൊരു പ്രത്യേക ഫയർ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആലോചിച്ച് നോക്കി, ആ സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ പറയൂ, എല്ലാവരിലും ഒരു ആർക്കും അത് ആരും അംഗീകരിക്കുന്നതും ഉണ്ടാവില്ല. പക്ഷെ അതിൽ ഒരു പേടി ചിലപ്പം തോന്നാം. ഇനി ഇത് പറഞ്ഞാൽ നാളെ എന്താകും എന്ന് പറയുന്ന ചോദ്യങ്ങൾ വരാം. അങ്ങനെയൊന്നും ഓർക്കാതെ ആ നേരത്ത് വളരെ പെട്ടെന്ന് വളരെ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ഒരു ഫയർ ഉള്ളവർക്കേ പറ്റുള്ളൂ. ആ ഫയർ എവിടെ നിന്നാണ് പുഷ്പവതിയിൽ വന്നത്? ആരോ പുഷ്പവതി ഒരു ഫ്ലവർ അല്ല ഫയർ ആണെന്ന് കണ്ടു. അത് അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടു. എൻ്റെ ഉള്ളില് ഫയർ ഉണ്ട്, അത് തന്നെയാണ്. കാരണം അത് കുറേ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളതല്ല അങ്ങനെയുള്ള ഒരു പ്രതികരണ സ്വഭാവം. അപ്പം നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. നമ്മുടെ കനയ്യകുമാറിനെ ജയിലിലടച്ച സമയത്ത് ഞാൻ ഇറക്കിയ പാട്ട് ആസാദി ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത്
എന്താ പറയാ നല്ല രീതിയിൽ ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെട്ട ഒരു പാട്ടാണത്. നമുക്ക് ആ സമയത്ത് എന്തുകൊണ്ട് അത് ചെയ്യാൻ തോന്നുന്നു? ആരെങ്കിലും പറഞ്ഞു അത് ചെയ്യൂ, ഞാൻ വരി തരാം, നീ ഒന്ന് കമ്പോസ് ചെയ്ത് പാടൂ എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻഡ് ആയിട്ട് ചെയ്തിട്ടൊരു കാര്യമല്ല. എനിക്ക് തോന്നിയ ഇതില് നല്ല സംഗീതവും താളവും ഒക്കെ ഉണ്ടല്ലോ, ഇതൊരു പാട്ടാക്കാം. അത് വെറുതെ ചുമ്മാ ഒരു പാട്ടാക്കണ്ടല്ലോ, അതിന് പൊളിറ്റിക്സ് പറയാനുണ്ടല്ലോ. പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് क्या हम चाहे आजादी है हक हमारा आजादी 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 भूखमारी से आजादी संखवाद से आजादी सामंतवाद से आजादी पूंजीवाद से आजादी सामंतवाद से आजादी पूंजीवाद से आजादी ब्राह्मणवाद से आजादी मानववाद से आजादी जातिवाद से आजादी. ഈ ചെറുപ്പം മുതൽ പലതരത്തിലുള്ള വിവേചനങ്ങൾക്കൊക്കെ ഇതായിട്ട് വന്നിട്ടുള്ള ആളാണ് എന്ന് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ സംഗീതവും ഉണ്ട്. ഈ സംഗീതത്തെ ഇതിനെതിരെ ഉള്ള ഒരു ആയുധമാക്കാം എന്ന് ഏത് പോയിന്റിലാണ് തോന്നിയത്? അത് തുടക്കം മുതലേ തോന്നുന്നുണ്ടായിരുന്നോ? പഠനകാലം മുതലേ തോന്നുന്നുണ്ടായിരുന്നോ? എപ്പോൾ മുതലാണ് സംഗീതത്തെ ഒരു ആയുധമാക്കാം എന്ന് തോന്നിയത്? അതെന്താന്ന് വെച്ചാൽ ഞാൻ കേരളവർമ്മ കോളേജിലാണ് പ്രീ ഡിഗ്രി ഒക്കെ ചെയ്തത്. അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ ക്യാമ്പസിൽ SFI, AISF, KVS എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അപ്പം അന്ന് ഞാൻ ഒരു KVS കാരിയായിരുന്നു. എനിക്കന്നൊരു 16 വയസ്സ്. ആ സമയത്തൊക്കെ നമ്മുടെ സച്ചിദാനന്ദ മാഷില്ലേ, മാഷിന്റെ പറയപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കവിത, അപ്പൊ അത് ഞങ്ങൾ ക്യാമ്പസിൽ ഇരുന്ന് പാടുമായിരുന്നു. അത് SFIക്കാരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് പാടും. ഷാഹിന, അതുപോലെ പല സുഹൃത്തുണ്ടെന്ന്, ഗിരീഷ്, ഷാഹിന, പ്രസന്നൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ജിന്നി, അങ്ങനെ ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരൊക്കെ നല്ല വായനയുള്ള, ഹലോ നല്ല വായനയുള്ള കുട്ടികൾ അവരൊക്കെ. അവര് അത്യാവശ്യം എന്താ പറയാ, ലോകത്തെക്കുറിച്ച് നല്ല വീക്ഷണമുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഇരിക്കുമ്പോഴൊക്കെ ഇന്നലെ ചൊപ്പനം കണ്ടപ്പ ചൊപ്പനം കണ്ടേൻ, ചാവേറിന്നോവിനെല്ലാം നാവും മുളച്ചെന്ന്, കൂനനോറും പണി ചേർന്നൊരാനയെ കൊന്നിന്ന്. ഇന്നലെ ചൊപ്പനം കണ്ടപ്പ ചൊപ്പനം കണ്ടേൻ, ചാവേറിന്നോവിനെല്ലാം നാവും മുളച്ചെന്ന്, കൂനനോറും പണി ചേർന്നൊരാനയെ കൊന്നിന്ന്. പയ്യാരം പറയാണ്ട് നടയടക്കാത്ത, പയ്യാരം പറയാണ്ട് നടയടക്കാത്ത, ഉല്ലാഞ്ഞി മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തോ, ഉല്ലാഞ്ഞി മൂർഖനുണ്ട് പോതിലൊക്കെ ഓർത്തോ. രേരോ 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 നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മഴ വന്നത്, നമ്മൾ ഒട്ടും ആഗ്രഹിച്ചതല്ല. പക്ഷെ അനുഗ്രഹ വർഷം. പക്ഷെ എനിക്ക് ഈ മഴയത്ത് പാടിക്കാൻ പറ്റുന്ന ഒരു പാട്ട് എൻ്റെ മനസ്സിൽ. ഏത് പാട്ടായിരിക്കും? കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണമാടത്ത്, കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം, ഓലവട്ട കിളിക്കൂട്ട് വിരുന്നു വന്നത് കുയിലമ്മ, ആലവട്ട ചിറകോടെ പറന്നു വന്നത് മയിലമ്മ, ആറ്റുനോറ്റൊരു നിധിയാകെ കൈവന്ന പോലെ, കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണമാടത്ത്, കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. ഗംഭീരല്ലേ? നല്ല പാട്ടല്ലേ? പറ്റിയ പാട്ട്. അതായിരുന്നു തുടക്കം.
പിന്നെ സത്യം പറഞ്ഞാൽ അതിനുശേഷം ഒരുപാട് ഹിറ്റ് പാട്ടുകൾ തന്നെ പാടിയല്ലേ. ഒരുപാടെന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ പാട്ടുകളാണ്, പക്ഷെ ഹിറ്റ് പാട്ടുകളാണ് പാടിയതൊക്കെ. ഹിറ്റായിരുന്നു. വളരെ നല്ല എന്താ പറയാ, നല്ല രീതിയിൽ എല്ലാവരിലും എത്തിയ ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. പക്ഷേ പാട്ടോളം പാട്ടുകാരി ഹിറ്റായില്ല എന്നൊരു വിഷമമുണ്ടോ? ഇപ്പല്ല. കാരണം ഹൂ ഈസ് ഷീ എന്ന് ചോദിച്ചോട് കൂടിയിട്ട് പാട്ടുകാരിയുടെ മുഖം ഇപ്പൊ എല്ലായിടത്തും എത്തിയെന്ന് സംശയമുണ്ട്. ഈ ഒരു വിവാദം കുറച്ചുകൂടി പുഷ്പവതി പറയുന്ന രാഷ്ട്രീയം പുഷ്പവതി കുറച്ചുകൂടി ചർച്ചയാകാൻ കാരണമായി അല്ലേ? അതെ അതെ. അത് എത്രത്തോളം നല്ലതായിട്ട് തോന്നുന്നുണ്ട്? അല്ല, ഇത് സമൂഹം പൊതുവെ ഇത് ചർച്ച ചെയ്യണില്ല. അത് ഒരു വിഭാഗം മനുഷ്യർ അവരുടെ അതൃപ്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവര് തമ്മിൽ ഇത് ഈ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹികമായിട്ട് അനീതിയെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നല്ലാതെ എല്ലാ തട്ടിലുള്ള മനുഷ്യര് ഈ ഒരു വിഷയത്തെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു ഘട്ടം എത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് ചിലപ്പം ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ടാകും. ചിലപ്പം ഒരു ദളിത് കുടുംബാംഗമായി വന്നു എന്നുള്ള നിലയ്ക്ക് ചിലപ്പം ദളിതർ അനുഭവിക്കുന്ന വിവേചനം അനുഭവിക്കുന്നുണ്ടാകും. അങ്ങനെ പലതരത്തിൽ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകും. പല കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തോന്നുന്നുണ്ടാകും. അതിനകത്ത് ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏത് പൊളിറ്റിക്കൽ ധാരയാണ് എന്നാണ് തോന്നുന്നത്? ബേസിക്കലി എനിക്ക് പ്രത്യയശാസ്ത്രപരമായിട്ട് ഇഷ്ടമുള്ളത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അമ്മയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ നിറയെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടും കേട്ടിട്ടൊക്കെയാണ് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വളർച്ച. വേലൂർ. പിന്നെ കേരളവർമ്മ കോളേജിൽ വന്നപ്പോഴും ഇതുപോലെ നല്ല കമ്മ്യൂണിസ്റ്റ് ആശയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ വേലൂരിനൊരു വിപ്ലവ പശ്ചാത്തലമുണ്ട്. വേലൂരിൻ്റെ വിപ്ലവ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം വേലൂരിനുണ്ട്. മാറുമറയ്ക്കൽ സമരം നടന്ന ഒരു ഭൂമിയാണ് ഞങ്ങളുടെ മണിമലർക്കാവ്. മാറുമറയ്ക്കൽ സമരം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ വേലൂരാണ്. അങ്ങനെയൊക്കെ ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ട്. നല്ല ഹിറ്റ് പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പാട്ട് ഹിറ്റ് ആവുമ്പോൾ അടുത്ത അവസരങ്ങൾ കൈനിറയെ വരേണ്ടതാണ്. പുഷ്പവതിയെ സംബന്ധിച്ച് അത് വന്നിട്ടില്ല എന്ന് പറയുന്നത് പുഷ്പവതിയുടെ ഗ്രാഫ് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. പക്ഷേ പുഷ്പവതി സിനിമാ ഗാനങ്ങൾ ആരോടെങ്കിലും പുഷ്പവതി ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് എനിക്ക് അതിൻ്റെ പിന്നെ ഉത്തരം അറിയാം. പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നത് എന്നുള്ളതാണ്. എനിക്കറിയാലോ അതിന്റെ ഉത്തരം അങ്ങനെ ചോദിച്ചിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അത് അവർ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മനസ്സിന്റെ പ്രതിഫലനമാണ്. അവരുടെ എന്താ പറയാ, ഇപ്പോൾ നമ്മൾ എത്ര നന്നായി പാടിയാലും ചിലപ്പോൾ നമുക്ക് അവസരം തരണം എന്ന് അവർക്ക് തോന്നണമല്ലോ. അവർക്ക് തോന്നാത്തതിൻ്റെ റീസൺ നമുക്കറിയാം. അതൊക്കെ തന്നെയാണെന്നുള്ളത് അറിയാം. പക്ഷേ എനിക്ക് അതൊക്കെ ഒരു ഘട്ടം വരെ അങ്ങനെ പിന്നെ എന്നെ ഫീൽ ചെയ്യിക്കാന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ കരിയറിൻ്റെ തുടക്ക ഭാഗങ്ങളിലേ ഉള്ളൂ. പിന്നീട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2004 മുതൽ സിനിമയ്ക്ക് പുറത്തുള്ള സമാന്തര സംഗീതം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അധ്യാപികയായിരുന്നു ഖത്തറിൽ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് സോൾട്ട് ആൻഡ് പേപ്പറിലെ പാട്ട് ബിജുപാല തരുന്നത്. നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. വീണ്ടും എനിക്ക് സിനിമാ സംഗീത ലോകത്ത് നിലനിൽക്കാൻ പറ്റും എന്നുള്ള ഒരു തെളിവായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പറിലെ ഗാനം. അതിപ്പോഴും എല്ലാവരും നിറയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗാനം. ഈ ഓണക്കാലത്തൊക്കെ നമ്മൾക്ക് സദ്യയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറിനുമ്പോ ആ പാട്ട് ഓർമ്മ വരാതിരിക്കില്ല. മലയാളി അല്ലെ, അരിയാഹാരം കഴിക്കണം മലയാളിക്ക് വേണ്ടി ആ പാട്ട്. ചെമ്പാവ് പുന്നെല്ലിൻ ചോറ്, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ, തനതിന്ത താനാതിന്തെന്തിന്നോ. മുന്നോട്ട് പോകാനുള്ള വഴികൾ മറ്റുള്ളവർ അടയ്ക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് പറഞ്ഞത്. അതായത് മുഖ്യധാര സിനിമയിലേക്ക് ഉയരാനുള്ള അവസരമല്ലേ അത്. അപ്പോൾ അതിനവർ തടയുന്ന രീതിയിലല്ല പറഞ്ഞത് എങ്കിലും
അതിൽ പിന്നെ അഴിമതി ഉണ്ടാക്കും. അതുപോലെ 50 ലക്ഷം രൂപ കൊടുത്ത് ഓരോരുത്തർക്കും കൊടുക്കുകയാണെങ്കിൽ 3 പേർക്ക് ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള ഇത്. നമ്മളുടെ വിഷയത്തിൽ എന്തിനാ ഇവർ ഇത്ര അധികം ഇടപെടുന്നത്? കാരണം ഈ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ ഒരു രാജ്യത്തിൻ്റെ വിഭവങ്ങളും ഭൂരിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ഒരു മേൽത്തട്ട് സമൂഹം തന്നെയാണ്. അതിൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകളായിട്ട് തൊഴിൽ ചെയ്തിരുന്ന ആളുകളാണ്, മണ്ണിൽ പണിയെടുത്തിരുന്ന ആളുകളാണ് ഞാനൊക്കെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആ മനുഷ്യർ. അപ്പോൾ എൻ്റെന്നല്ല, ഈ സമൂഹത്തിൻ്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ തൊഴിലെടുത്ത് അതിൻ്റെ ഗുണങ്ങളൊന്നും അവരനുഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആ മണ്ണിൽ ഒടുങ്ങിപ്പോയ ആളുകളാണ്. ഈ ചെമ്പൈ സംഗീത കോളേജിൽ പഠിച്ചു. എത്ര കാലം മുതലാണ് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാൻ തുടങ്ങിയത്? എനിക്കൊരു 12 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒറ്റയ്ക്ക് ചെല്ലാവുന്ന ഒരു പ്രായമാകുമ്പോൾ മോൾ എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞ എൻ്റെ ഒരു അധ്യാപികയുണ്ട്. ആ ടീച്ചർ ദ്രൗപദി നങ്ങ്യാർ എന്ന് പറഞ്ഞ ടീച്ചറാണ്. അവർക്ക് മക്കളില്ല, ഭർത്താവില്ല, അങ്ങനെ. അപ്പോൾ അവരുടെ ഒരു വാത്സല്യവും സ്നേഹവും കുറച്ചൊരു ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ താമസിക്കുന്ന, എന്നെ സ്കൂളിൽ പാട്ട് പഠിപ്പിച്ചിട്ടുള്ളൊരു ടീച്ചറാണ്. ടീച്ചറാണോ ആദ്യം പുഷ്പോദിയെ തിരിച്ചറിയുക? അതെ 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 അതെ, തീർച്ചയായിട്ടും. ആ ടീച്ചർ ആദ്യം പഠിപ്പിച്ച ഗാനം പാടിയിട്ടാണ് എനിക്ക് പിന്നെ ഉപജില്ലാ മത്സരത്തിൽ ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുള്ളത്. അന്ന് പറഞ്ഞിട്ടുള്ളതാണ് ടീച്ചറെ വീട്ടിലേക്ക് ചെല്ലാനും സംഗീതം പഠിപ്പിച്ച് തരാമെന്നൊക്കെയുള്ള ഒരു ഓഫർ. പിന്നീട് കുറച്ച് എനിക്ക് ഒറ്റയ്ക്കൊക്കെ നടന്നു പോകാം, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി പോകാം എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാനത് ഓർക്കുകയും ടീച്ചറെ തേടി പിടിച്ച് ടീച്ചറെ വീട്ടിൽ ചെല്ലുകയും പഠിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയൊക്കെ ഈ സംഗീതത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അവർക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ലെങ്കിലും, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരും എൻ്റെ വീട്ടിൽ മിണ്ടാറില്ല. വളരെ നിശബ്ദത പാലിച്ച് പാടുന്നത് മുഴുവൻ കേൾക്കുന്ന ആളുകളായിരുന്നു. അത്രയും അത് എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഒരിക്കൽ എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ സമയത്ത് പുതുമോടിയിലെ മരുമകൻ വന്ന് ഇരിക്കുന്നു വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ രാഗം പാടുന്ന കേട്ടിട്ട് മൂപ്പര് എന്തോ കളിയാക്കി. അപ്പം അച്ഛൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എൻ്റെ പാട്ടിനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അച്ഛന് ഇഷ്ടമല്ല. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ പാട്ടായിരുന്നു. അതാണ് അതിൻ്റെ ഉള്ളിലെ കാര്യം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. എല്ലാവരും പാടും, കുടുംബത്തിലെല്ലാവരും പാടുമെങ്കിലും എന്നോടൊരു പ്രത്യേക ഒരു എന്താ പറയുക, മടിയിലെത്തി പാടിപ്പിക്കൽ, അല്ലെങ്കിൽ കൊച്ചു പ്രായമാകുമ്പോൾ മടിയിലെത്തി പാടിപ്പിക്കും. പിന്നെ ഞാൻ മുതിർന്നപ്പോൾ ഞാൻ പൂജാമുറിയിലൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണതൊക്കെ ഇങ്ങനെ കേൾക്കും. ഈ സ്കൂളിൽ പാട്ടുകാരി എന്ന് പറയുന്ന നല്ല പ്രിവിലേജ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ അത് മാത്രം വലിയ കാര്യമായിട്ട് പ്രിവിലേജ് ഉണ്ടായിരുന്നുള്ളൂ. പഠിപ്പിന്റെ കാര്യത്തില് അല്ല, ഒരു 8ാം ക്ലാസ് വരെയൊക്കെ ഒന്നും പഠിക്കാത്ത കുട്ടിയായിരുന്നു. 9ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. അത് അവിടെ വേലൂരിൽ ബോധി കോളേജ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ സ്ഥാപനം ഉണ്ടായിരുന്നു, ഈ ഗോയിങ് ട്യൂഷനൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ പിന്നെ ഗ്രാമർ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ്, അവിടെ ചെന്നപ്പോൾ എന്താ, ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് പഠിച്ചിട്ടാണ് ഇവരൊക്കെ വലിയ പഠിപ്പിസ്റ്റുകളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അത് ശരി, ഇവർ ഇങ്ങനെ, ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയായിരിക്കും, വളരെ ബുദ്ധിമതികളാണ്. എനിക്കൊന്നും ബുദ്ധിയില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ ബുദ്ധിയൊക്കെ വരുന്നത് ഈ ബോധിയിൽ നിന്നാണെന്ന്. ബോധിയിൽ നിന്ന് വരുന്ന ബോധവും ബുദ്ധിയാണ്. അതെ, എത്ര കുട്ടികൾ അവിടെ പഠിച്ചിരുന്നു എന്നറിയാം. അപ്പം അത് അവിടെ ക്ലാസ് എടുത്തിരുന്നൊരു ശേഖരൻ അത്താണിക്കൽ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു CPML കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്പാർക്ക് എനിക്ക് വരാറുണ്ട്. ബോധി എന്നാണ് ഈ പക്ഷേ എൻ്റെ ഒരു 17 വയസ്സിലൊക്കെ ഞാൻ പിന്നെ കേലോർമയൊക്കെ വിട്ടു. പാലക്കാട് ചെമ്പൈ കോളേജിൽ എൻ്റെ പിറന്നാള് എന്ന് പറഞ്ഞാൽ മെയ് 30-ആണ്. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മൾ മെയ് 30 തന്നെയാണോ? സാധാരണ മെയ് 30 അഡ്ജസ്റ്റ് ചെയ്ത് മെയ് 30 അല്ല, കറക്റ്റ് ആണ് അത്. പക്ഷേ എൻ്റെ SSLC ബുക്കിലൊക്കെ അത് 20/3/1973 എന്താണെന്നറിയാമോ?
എൻ്റെ അമ്മയ്ക്ക് പിന്നെ പാടത്ത് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ കൊച്ചുകുട്ടി ആയിട്ട് അമ്മയുടെ ഒക്കത്ത് ഇരിക്കുന്നു. അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കൂടെയാണ് ഒരു സരോജിനി ടീച്ചർ, അതായത് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് നടന്നു പോകുന്നത്. അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു, ലക്ഷ്മിക്ക് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലേ, ഒരു കാര്യം ചെയ്യോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കുള്ള കാര്യം. അപ്പം എങ്ങനെയും കുട്ടികളെ കൊണ്ട് സ്കൂൾ നിറയ്ക്കണം, എന്നാലല്ലേ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ കിട്ടുള്ളൂ, ആനുകൂല്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ലക്ഷ്മിക്ക് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലേ, ഒരു കാര്യം ചെയ്യോ, ആ പാർവതിയുടെയും ഗീതയുടെയും കൂടെ പറഞ്ഞേക്കോ എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുടെ പാവാടത്തുമ്പ് പിടിച്ച്, അവളെന്നെ തട്ടും, വിടുകുട്ടി വിടുകുട്ടി. അപ്പോൾ ഞാൻ വീണ്ടും പിടിക്കും. പിന്നെ നടന്നു പോണ വഴിയിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ കുത്തിരിക്കും. എന്നിട്ട് ആ പൂവൊക്കെ നോക്കി, പിന്നെ എണ്ണ ദൈവത്തിന് എണ്ണ കൊണ്ടുപോണ ഒരു പുഴു പോലത്തെ ഇത്ര പോകുന്ന ഒരു ഒരു ജീവി ഉണ്ടായിരുന്നു, കുഞ്ഞു ജീവി. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് അതിന് തൊട്ട് നോക്കപ്പോൾ അതിന് മേലെ എണ്ണ ഉണ്ടാവും, അത് മണത്ത് നോക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ അങ്ങനെ സ്കൂളിലൊക്കെ പോയി. അപ്പോൾ സ്കൂളിൽ പോയപ്പോൾ എന്താ വെച്ചാൽ വീട്ടുകാരൊന്നല്ല ചേർത്തത്, എൻ്റെ പിന്നെ സരോജിനി ടീച്ചർ പുഷ്പവതിന്ന് പേരിട്ടതും. അതെ, സ്കൂളിൽ പേരിട്ടത് ടീച്ചറാണ്. അങ്ങനെയാണ് എനിക്ക് പുഷ്പവതി എന്നുള്ള പേരുണ്ടായത്. പുഷ്പവതിയുടെ ഒരു ആൻസറാണത്. ഞാൻ ശരിക്കും ചോദിച്ചു വന്നാൽ എന്താ പറയുക, ഈ കർണാട്ടിക് സംഗീതത്തിൽ, ഹിന്ദുസ്ഥാനി സംഗീതത്തിലൊക്കെ പരിജ്ഞാനമുള്ള ആളാണ് പുഷ്പവതി. പക്ഷേ പുഷ്പവതിയെ തേടി എത്തുന്ന പാട്ടുകൾ തന്നെ കുറവാണ്. പക്ഷേ എത്തുന്ന പാട്ടുകൾ പോലും അത്തരം ആ ജോണറിലുള്ള പാട്ടുകൾ എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ അങ്ങനത്തെ വേദികളിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തോന്നാറുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ എന്താ വെച്ചാൽ, ഇപ്പം അതെന്നെ അങ്ങനെ അയ്യോ എനിക്ക് വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും എനിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ, എനിക്കുള്ള അവസരം ഞാൻ തന്നെ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഗസൽസ് കമ്പോസ് ചെയ്യുന്നു, സൂഫി ഖവാലി കമ്പോസ് ചെയ്യുന്നു. പിന്നെ എപ്പോഴാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ? കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കമ്പോസ് ചെയ്തത് പാടും. അതെ, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് പാടുന്നതാണ് എനിക്കിഷ്ടം കൂടുതൽ. അങ്ങനെ ഏറ്റവും ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നതെന്ന് പാടാം. അത് ഖുറാൻ്റെ 3-1 സാരസംഗ്രഹമായിട്ടുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞ അധ്യായമാണ്. അത് ഇഖ്ലാസ് എന്ന സൂറത്ത് 112ാമത്തെ സൂറത്താണ് ഖുറാനിലെ. അതിന് ഖുറാൻ്റെ 3-1 സംഗ്രഹമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷമീന ബീഗം എന്ന സുഹൃത്താണത് എഴുതിയിട്ടുള്ളത്. എന്നുവെച്ചാൽ അത് പിന്നെ ഖുറാന് പരിഭാഷപ്പെടുത്തിയിട്ട് ഈ വരികൾ, അതിൻ്റെ ഒരു അന്തസാരം എഴുതി തന്നിട്ടുള്ളത്. ഒന്ന് പാടാം. യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ, ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ഈ ജഗത്തിൻ്റെയും ഈ ജനത്തിൻ്റെയും ഈ ജഡത്തിൻ്റെയും ഈ ജന്മത്തിൻ്റെയും ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. യാ റസൂലേ യാ റസൂലേ, ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ഈ പാട്ടുണ്ടായ ഒരു ചരിത്രം പിന്നെ പൗരത്വ ബില്ല് പാസ്സാക്കിയ സമയത്ത് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ സമരം ചെയ്തപ്പോൾ അവരെ നോക്കിയിട്ട് കലാപകാരികളെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ആ ഒരു കോണ്ടസ്റ്റിലാണ്
ഈ ഒരു പാട്ടിന്റെ നിർമ്മിതിയുടെ ഒരു ആവശ്യം എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് ഇസ്ലാമിന്റെ തോന്നുന്നത് ഹൃദയത്തിനോട് സംവദിക്കണം എന്ന് തോന്നി. എനിക്ക് തോന്നുന്ന പുഷ്പവതിക്ക് ഈ സംഗീതം, ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറത്തുനിന്ന് ഈ പറഞ്ഞ പോലെ എപ്പോഴും അതൊരു ഒരു ഒരു സമരത്തിൻ്റെ ഭാഗമായി സംഗീതം വരുന്നുണ്ട്. അത് പിന്നീട് അത് ഏറ്റെടുക്കപ്പെടുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒക്കെ വേറെ തരത്തിൽ വേറെ രീതിയിലായിരിക്കുമെങ്കിൽ പോലും അതിനൊരു എന്തെങ്കിലും ഒരു അല്ല, അത് സ്പാർക്ക് വെളിയിൽ നിന്ന് കിട്ടണം എന്ന് തോന്നുന്നു. മനുഷ്യരുടെ തലച്ചോറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചില ചിന്തകള്, ചില ചോദ്യങ്ങള്, ഇതൊക്കെ എത്തിക്കണം എന്നുള്ളൊരു തോന്നലാണ് പാട്ടിനെ അത് കൂടുതൽ കഴിയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. സ്വന്തം ക്രിയേഷൻസ് ഒക്കെ വരുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പിന്നെ സ്വന്തം ക്രിയേഷൻ ഇത്തരം പാട്ടല്ലാതെ ഗസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കുട്ടിക്കാല ഓർമ്മയെ കുറിച്ചിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് പാട്ട്. അതൊന്ന് ഓക്കെ, പാടാം. അതെന്റെ കാതുകുത്തല് ഞാൻ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കാത് കുത്തിയത്. അപ്പം അന്ന് ഒരു സ്വർണ്ണക്കമ്മൽ ഇടാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ ചേട്ടൻ എനിക്ക് പിന്നെ ഒരു മഞ്ഞപ്പൂവ്, നമ്മൾ ഈ തൊടിയിലൊക്കെ കാണുന്നൊരു തരം മഞ്ഞപ്പൂവുണ്ട്. ആ പൂവ് ചെവിയിലിട്ട് തന്നൊരു ഓർമ്മ ഉണ്ട് എനിക്ക്, എൻ്റെ സഹോദരൻ. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു പാട്ടത്. കണ്ണൻ ചിരട്ട ചോറു വെക്കണ ചെമ്പ്, കറുകാ കമ്പ് കറിയുണ്ടാക്കണ കമ്പ്, പൂഴിമണൽ കൊണ്ട് മധുരമുള്ള പായസം, പൂഴിമണൽ കൊണ്ട് മധുരമുള്ള പായസം, ചെറുപ്പത്തിൽ നമ്മൾ വെച്ച് കളിച്ചില്ലേ അതു മറക്കല്ലേ, കണ്ണൻ ചിരട്ട ചോറു വെക്കണ ചെമ്പ്, കറുകാ കമ്പ് കറിയുണ്ടാക്കണ കമ്പ്. കാത് കുത്തിയ നേരത്ത് വാലുള്ള മഞ്ഞപ്പൂ എന്റെ കാതിലിട്ടു നീ തന്നില്ലേ, കാത് കുത്തിയ നേരത്ത് വാലുള്ള മഞ്ഞപ്പൂ എന്റെ കാതിലിട്ടു നീ തന്നില്ലേ, വാലില്ല കുരങ്ങന. എനിക്ക് ചിരി വരുന്നു മുഖം നോക്കുമ്പോ. കുരങ്ങെന്ന് പറഞ്ഞിട്ട് ചിരി വരുന്നു. ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ആ കുരങ്ങെന്ന് പറയുമ്പോ മുഖത്ത് വല്ലാത്ത ഭാവം, ഒരു തനത് ഭാവം. അയ്യോ, എനിക്ക് വാലില്ല കുരങ്ങന വാലില്ല കുരങ്ങനായി, വാലില്ല കുരങ്ങനായി മാവിന്റെ കൊമ്പത്ത് കാലും കൊളുത്തിയിട്ടാടിയില്ലേ നീ, വാലില്ല കുരങ്ങനായി മാവിന്റെ കൊമ്പത്ത് കാലും കൊളുത്തിയിട്ടാടിയില്ലേ നീ, പുളിവാർ. എനിക്ക് കുട്ടിക്കാലത്തെ എല്ലാ കുസൃതികളും കൂടെ ഒരു പാട്ടിലേക്ക് അങ്ങ് സംഗ്രഹിച്ചു വെച്ചേക്കാണ് അല്ലേ? പുഷ്പവതിയുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ പാട്ടങ്ങ് പാടി. ഞാൻ തുള്ളിച്ചാടി വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. എന്താ പറയാ, സൈക്കിൾ ചവിട്ടി, ഫുട്ബോൾ കളിച്ച്, മരം കയറി, എന്താ പറയണ്ട, അടങ്ങിയിരിക്കാനൊക്കെ പറയാറുണ്ടായിരുന്നോ നാട്ടിലെ? എന്റെ അമ്മ ഒരു വിളിക്കും. ആ വിളിയില് എന്താ പറയാ, ഭയങ്കര പേടിയായിരുന്നു എനിക്ക് എൻ്റെ അമ്മേനെ. ആണോ? ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ ഭയങ്കര ഭയമായിരുന്നു അമ്മേനെ. അമ്മയുടെ ഒരു വിളി എന്ന് പറഞ്ഞാൽ മുട്ട് വിറയ്ക്കും. ഈ ചോദ്യം ചെയ്യൽ ശീലിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ? അമ്മയോ അച്ഛനോ ആരെങ്കിലും? അത് ചെറുപ്പത്തിലേ ഞങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത് ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ വളരെ നല്ല എന്താ പറയാ, സ്വയം രക്ഷ ഉണ്ടല്ലോ, പെൺകുട്ടി എന്നുള്ള നിലയ്ക്കുള്ള സ്വയം രക്ഷയൊക്കെ ചെറുപ്പത്തിലേ വളരെ കോൺഷ്യസ് ആയിരുന്നു. അത് അമ്മയുടെയൊക്കെ ഒരു എന്താ പറയാ, അമ്മയുടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വേറെ ഒരു സ്വഭാവമുണ്ട്, അന്ന് വന്നതായിരിക്കും. പിന്നെന്ന് പറഞ്ഞാല് കൊച്ചു പ്രായത്തിൽ നമ്മൾ ഈ ബാലസംഘത്തിലൊക്കെ പാട്ടുപാടി നടന്നിരുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് 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 മാനത്തെ മാരിവിൽ എന്തുകൊണ്ട് താരങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്
എന്തുകൊണ്ട് അപ്പൊ ഇങ്ങനെ കൊച്ചുപ്രായത്തിൽ നമ്മുടെ ശശിധരൻ മാഷൊക്കെ പാടി തരുന്നതും, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു മോഹനേട്ടൻ ഉണ്ടായിരുന്നു, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ സജീവ പ്രവർത്തനമൊക്കെ ആയിരുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും കൂടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നൊരു അതെ എന്താ പറയുക നിസ്വനായിട്ടുള്ളൊരു ഒരു എന്താ പറയുക സഖാവ്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ മേയിച്ച് നടന്നിരുന്നത്. ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പാടി ഭയങ്കര രസമായിരുന്നു. കൂടെ പാടുന്ന കുട്ടികൾക്കൊന്നും പിന്നെ ഒന്ന് താളം കൊട്ടാനൊന്നും അറിയില്ല, അവർക്ക് ഭയങ്കര ചമ്മല്. തബലയൊക്കെ കണ്ടപ്പോൾ അവർക്ക് നാണിച്ചു പോയി. പിന്നെ ട്രിപ്പിൾ ഡ്രം, ഇതിലൊന്നും കൊട്ടാൻ അവരെ കൊണ്ട് കഴിയില്ല. അവർക്ക് അത് ബ്രേക്ക് ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ട്രിപ്പിൾ ഡ്രം കൊട്ടിട്ട് പിന്നെ പുഴയോരത്തിൽ പൂതോണിയെത്തില, പുഴയോരത്തിൽ പൂതോണിയെത്തില, മന്ദാരം പോകും മറുതീരത്താളും പുന്നാകം പൂക്കും പുഴയോരത്താളും ആരാനും കണ്ടോ ദൂരെ എൻ പൂന്തോണി. ഓക്കെ, ഇതായിരുന്നു പാട്ട്. കൊട്ടിപ്പാടി. പിന്നല്ല, ആമ്പിള്ളേരൊക്കെ ഭയങ്കര കൂക്കലായിരുന്നു, കൂവി വിളി. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗാവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേദി കോപിന. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗാവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേദി കോപിന. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലിതിൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലിതിൽ. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗാവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേദി കോപിന. പൊയ്കയിൽ അപ്പച്ചൻ്റെ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പോവാതെ കിടക്കുന്ന വരികൾ, പുലയനൊരു പള്ളി. ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതെ, അത് പിന്നെ ജാതിഹിംസ അനുഭവിച്ച മനുഷ്യരുടെ വേദനയാണ് അത്. ഞാൻ പൊയ്കയിൽ അപ്പച്ചനെ വായിച്ചപ്പോഴാണ് എൻ്റെ ചിന്തകൾക്ക്, സ്വത്വപരമായ ചിന്തകൾക്കൊരു ആ ഒരു എന്താ പറയുക, സത്യമല്ലേ അദ്ദേഹം പറയുന്നത്, നമ്മളും അതൊക്കെ അനുഭവിച്ചതല്ലേ, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള ചിന്തയിലാണ് രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണത്. എനിക്കറിയാം പല എന്താ പറയുക ദളിത് ആളുകളും ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ജീവിതാവസ്ഥയെ വിസ്മരിച്ച് പോകുന്ന, എന്താ പറയുക, അവർക്ക് ആ സ്വത്വത്തിൽ നിൽക്കാൻ ഇഷ്ടമല്ല. കാരണം എന്തുകൊണ്ട് അവരതിൻ്റെ ദുരിതം അനുഭവിച്ചതുകൊണ്ടാണ് കേട്ടോ, അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കത് അഡ്രസ്സ് ചെയ്യാനാണ് താല്പര്യം. കാരണം ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഞാനങ്ങനെ ഒരു പാട്ട് പാടി വെച്ചിട്ട് ഇവിടെ ഇല്ലാണ്ടെന്ന് ആവാൻ സാധ്യതയൊന്നുമില്ല. കാരണം അതൊക്കെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് എത്തും. അതാണ് ആളുകളെ കുറച്ച് പരിവർത്തനം ചെയ്യാലോ, മനസ്സല്ലേ. നിങ്ങൾക്കൊരു പ്രസംഗം പരിവർത്തനം ചെയ്യിപ്പിക്കുന്നേക്കാൾ കൂടുതൽ ഒരു പാട്ടിനെ പരിവർത്തനം ചെയ്യിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് പാട്ടുകൊണ്ട്. അതെ, പാട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാനും അവരെ ചിന്തിപ്പിക്കാനും കഴിയുന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും, പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. കാണുന്നില്ല കാണുന്നില്ല
എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഞാൻ ഒരുപാട് കാലം മുന്നേ ഉള്ള ഇന്റർവ്യൂസ് എന്ന് വെച്ചാൽ ഈ അടുത്തുള്ളതൊന്നും അല്ല കണ്ടത്, വർത്തമാനം പറയാൻ ഇന്നൊക്കെ കണ്ടത് കുറച്ച് വർഷം മുന്നേ ഉള്ളതാണ്. അപ്പോഴൊക്കെ ഈ റിയാലിറ്റി ഷോ വേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതിനെ കുറിച്ച്, സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നത്, ഒപ്പമുള്ളവർ പലരും പോകുന്ന കണ്ടിരിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് ഒക്കെ പറയുന്ന കേട്ടിരുന്നു. മാറ്റമുണ്ടായിട്ടുണ്ടോ? എനിക്കിപ്പോ നന്നായിട്ട് സ്റ്റേജ് കിട്ടുന്നുണ്ട്. ആണല്ലേ? അത് മതി. അല്ല, കൂടെ നിന്ന് പാടിയാലേ എനിക്ക് പ്രിവിലേജ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ വേറൊരു തരത്തിൽ മാറ്റം സംഭവിച്ചു. പക്ഷെ ഞാനിപ്പോ എന്താ പറയാ, എനിക്ക് നല്ല വേദികൾ തന്ന് സർക്കാരിന്റെ പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട് അക്കാര്യത്തില്. പിന്നെ അത് മാത്രമല്ല, സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാനല്ലേ? വൈസ് ചെയർമാൻ. അത് മാത്രല്ല ഞാൻ പറയണത്, പിന്നെ മലയാള മനോരമയുടെ നിറയെ വേദികൾ എനിക്ക് തന്നിട്ടുണ്ട്, നിറയെ വേദികൾ. അത് പിന്നെ വലിയ വലിയ ഷോ അല്ല എങ്കിൽ പോലും എനിക്കത് വലിയ ഒരു ആശ്വാസമായിരുന്നു. എനിക്ക് ഉയർന്നു വരാൻ മലയാള മനോരമ ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ട് അത്തരത്തില്. എല്ലാ ജില്ലകളിലും കേരളത്തിലെ 12 ജില്ലയിലെങ്കിലും എനിക്ക് വർഷാവർഷം പാടാനുള്ള സ്റ്റേജ് തന്നിട്ടുണ്ട് അവര്. ശരിക്കും ഞാൻ മലയാള മനോരമയോട് കടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എനിക്ക് നല്ല വേദികൾ തന്നിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ എന്ന് പറയുന്ന പദവിയിലൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ പറയുന്നത്, പിന്നും അതിലേക്ക് വന്നാൽ അത്രയും വലിയൊരു പദവിയാണത്. സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കുറിച്ച് ആരാണ് അവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചന്തയിൽ പോയി നിന്ന പോലെ, അതെ അങ്ങനെ പറയണം, ചന്തയിൽ മലയാളത്തിൽ പറയുമ്പോൾ അതിനൊരു ഗൗരവം കിട്ടുന്നില്ല. ശ്രീ എന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചില്ലേ ഈ പദവിയിലൊന്നും എത്താത്തവരെ കുറിച്ച് എന്തായിരിക്കും? നമ്മുടെ അധികാര പദവിയൊന്നും അംഗീകരിക്കാൻ ഇപ്പോഴും പൊതുസമൂഹം പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണത്. പിന്നെ ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും ബുദ്ധി വിവരമൊന്നും ഇല്ല എന്നാണ് അവരുടെയൊക്കെ വിചാരം. മലയാളി ഒട്ടും മാറിയിട്ടില്ല എന്നാണോ? ഒട്ടും മാറിയിട്ടില്ല എന്നല്ല, പക്ഷെ പുതിയ കുട്ടികൾക്ക് കുറച്ചും കൂടെ വെളിച്ചമുണ്ട് തലയിലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ ജാതി വേറൊരു അർത്ഥത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഉത്തരേന്ത്യയിലെ പോലെ അല്ലെങ്കിൽ പോലും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഉത്തരേന്ത്യയില് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മനുഷ്യർക്ക് അത്ര അങ്ങോട്ട് എന്താ പറയാ, ഭൗതിക ജീവിതത്തില് ഭൗതിക സാഹചര്യങ്ങളില്ല. ഇപ്പോഴും അവിടെ തൊഴിലടിമത്വം ഉള്ള സ്ഥലങ്ങളാണ്. അവര് ഇപ്പോഴും നമ്മളൊക്കെ പണ്ട് സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള പിന്നെ പരിവർത്തനങ്ങളുണ്ട് സമൂഹത്തിൽ. അതൊക്കെ മനുഷ്യരുടെ ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ നാരായണഗുരു ഉണ്ടായിരുന്നു, പൊയ്കലപ്പച്ച ഉണ്ടായിരുന്നു, അയ്യങ്കാളി ഉണ്ടായിരുന്നു. അധസ്ഥിത വർഗത്തിന് വിദ്യാഭ്യാസം നേടാനുള്ള പിന്നെ സാഹചര്യങ്ങളൊക്കെ അത്തരത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാത്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും ആളുകൾക്ക് അജ്ഞതയാണ്. അവർ ഈ പറഞ്ഞ പോലെ പല പിന്നെ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ, നമുക്ക് അവരെ ആരാണെന്നറിയില്ല, പാവപ്പെട്ട മനുഷ്യർ, ഇത് നമ്മുടെ വിധിയാണ്, ഇത് ഈ ജന്മത്തിൽ നമ്മളത് അനുഭവിക്കാം, മുൻ ജന്മത്തിൽ എന്തോ കുഴപ്പം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചത്, നമ്മൾ പാപികളാണ് മുൻജന്മത്തിൽ, അതുകൊണ്ടൊക്കെയാണ് അടുത്ത ജന്മത്തിൽ നമ്മൾക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തരം കാഴ്ചപ്പാടാണ് അവർക്കൊക്കെ. അവര് വളരെ നിഷ്കളങ്കായിട്ടാണ് ഈ പറയണത്. നമുക്ക് അവസാനിപ്പിക്കണതിന് മുന്നേ പാതിച്ചിരി കൂടി പാടി അവസാനിപ്പിക്കും. ഈ പാട്ടുകളെല്ലാം തന്നെ എഴുന്നേറ്റ് ഒന്ന് തുള്ളാൻ തോന്നുന്ന വിധം പാട്ടുകളാണ്. പുഷ്പവതി ഡാൻസ് കളിക്കും, വേണമെങ്കിൽ 2 സ്റ്റെപ്പ് ഇടാം. കളിക്കുമോ എൻ്റെ കൂടെ? ഞാൻ കളിക്കില്ല. നിങ്ങൾ കളിക്കുക, ഞാൻ കൂടെ വേണമെങ്കിൽ ഒന്ന് കളിക്കാം. നോക്കാം ചെറുതായിട്ട്. എനിക്ക് ചമ്മലുള്ള
പാതിച്ചിരി ചന്ദ്രികയെ 14ന്റെ ചേലുള്ളിയേ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലേ വിഭൂഷിതയെ അലിവാലേ അലങ്കൃതയെ അഴകാലേ വിഭൂഷിതയെ അലിവാലേ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ ആലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ അലകി മാറുന്നേ കലപലതറിയാം പെണ്ണെ തപ്പിൽ മുട്ടുന്നോൻ പിന്നെ കൂനിൽ കൊട്ടുന്നോൻ നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുമൈ തകതീ താളം തമ്മിൽ കൊള്ളാനായി പെൺമയാൺമേ കൊണ്ടോനാ മണ്ണും പിന്നും ഒന്നോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട യതീമിനാളെ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്നേ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ അലകെ മാറുന്നേ. അത്ര മതിയോ? അപ്പോൾ പ്രേക്ഷകരെ, ദിസ് ഈസ് പുഷ്പവതി. പുഷ്പവതി PR, പുഷ്പവതി പൊയ്പാടത്ത്. ഓക്കെ, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കൂടി. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.